ഇക്കാര്യത്തിൽ പാർട്ടിയുടെ കാര്യങ്ങൾ അത് തീരുമാനിക്കേണ്ട ബന്ധപ്പെട്ട ആളുകൾ തന്നെ എടുത്ത ഒരു തീരുമാനമാണ് വന്നിരിക്കുന്നത്. അതിപ്പോൾ കോൺഗ്രസിലോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തോ കാണുന്ന രീതിയിലുള്ള ഒരു സമൂല മാറ്റം ഉണ്ടാകാത്ത ഒരു സാഹചര്യം, എല്ലാ കാലത്തും ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ഒരു കുടിസുമുറിയായി ആ മുറിക്കുള്ളിലെ 10-15 നേതാക്കളായി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കളിക്കുന്ന CPIMന്റെയും കോൺഗ്രസിന്റെയും ഒരു സംവിധാനമല്ല BJPക്കുള്ളത് എന്നത് പ്രകടമായ ഒരു പട്ടികയായിട്ടാണ് ഇത്തവണത്തെ ഈ പട്ടികയെ കാണേണ്ടത് എന്നതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരേ ആളുകൾ തന്നെ തുടർച്ചയായി വരുന്നു. അതായിരുന്നല്ലോ എല്ലാ പാർട്ടികളും ഈ ഭാരവാഹി പട്ടികകൾ വരുമ്പോൾ ഇവർ മാത്രമേ ഉള്ളൂ ഈ പാർട്ടിയിൽ എന്ന ഒരു ചോദ്യം ഉയരാറുണ്ട്. അപ്പോൾ ദേശീയ തലത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞൊരു വാചകത്തിൽ നിന്ന് തുടങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ ഒരു യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ന്യൂ ഫേസസ് വരട്ടെ എന്നതാണ്. അത് എനർജറ്റിക് ആയിട്ടുള്ള ന്യൂ ഫേസസ് വരട്ടെ എന്നതാണ്. അതായത് പാർട്ടിക്ക് ഒരു യങ് വൈബിലേക്ക് പാർട്ടി വരേണ്ടതുണ്ട് എന്നത് ഒരു ദേശീയ തലത്തിലെ തീരുമാനമാണ്. ആ രീതിയിലായിരിക്കും വിവിധ സംസ്ഥാനങ്ങളിൽ അഴിച്ചുപണി നടത്താൻ പോകുന്നത്. അപ്പോൾ കേരളത്തിൽ അത് സംഭവിക്കുമ്പോൾ ഇവിടെ എന്തോ സംഭവിച്ചു, ഭൂമികുലുക്കം ഉണ്ടായി എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കേണ്ടതില്ല. ഞാൻ കരുതുന്നില്ല. കെ സുരേന്ദ്രന്റെയൊക്കെ പോസ്റ്റ് ഞാൻ എടുത്ത് നോക്കുകയായിരുന്നു. കെ സുരേന്ദ്രനൊന്നും അങ്ങനെ ഇപ്പോൾ ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെ വലിയ രീതിയിൽ ഈ അതൃപ്തിയൊന്നും പ്രകടിപ്പിക്കുന്ന ഒരു നേതാവായി വലിയ രീതിയിൽ എന്നല്ല, ചെറിയ രീതിയിലായാലും ഈ അതൃപ്തി പ്രകടിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പിനെ കൊണ്ടു നടന്നുകൊണ്ട് ആ ഗ്രൂപ്പിന് വേണ്ടി സ്ഥാനമാനങ്ങൾ കിട്ടിയില്ലെങ്കിൽ പ്രശ്നമുണ്ടാക്കുന്ന, കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ഒരു നേതാവായൊന്നും കോൺഗ്രസിലെ ചില നേതാക്കളെ പോലെയൊന്നും കെ സുരേന്ദ്രനെയൊന്നും കാണേണ്ട ആവശ്യമില്ല. കെ സുരേന്ദ്രൻ ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് ഞാൻ വായിക്കാം. പുതിയ സംസ്ഥാന ഭാരവാഹികൾക്കും മേഖലാ അധ്യക്ഷന്മാർക്കും ഹൃദ്യമായ ആശംസകൾ. കൂടുതൽ ഉയരങ്ങളിലേക്ക് പാർട്ടിയെ നയിക്കാനും വികസിത കേരളം യാഥാർത്ഥ്യമാക്കാനും. വികസിത കേരളം എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ ഇവിടെ വന്നതിന് ശേഷം ആ ഒരു ടാഗ് ലൈനിലേക്ക് പാർട്ടിയെ മാറ്റുകയാണ്. പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ്, അതാണ് രാജീവ് ചന്ദ്രശേഖർ ഇന്നിട്ടിരിക്കുന്ന പോസ്റ്റിലും പറയുന്നത്. ഇതൊക്കെ ദഹിക്കാത്ത കുറേ ആളുകൾ ഉണ്ടാകും. അതായത് മറ്റു പാർട്ടികളിൽ ഇരുന്നു കൊണ്ട് BJP ഒരു കാലത്തും രക്ഷപ്പെടരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്നവരുടെ ലക്ഷ്യം BJPയെ അങ്ങ് ഉദ്ധരിച്ച് BJP അധികാരത്തിലേക്ക് എത്തുക എന്നതൊന്നുമല്ല. കൂടുതൽ കുത്തിത്തിരിപ്പുണ്ടാക്കി, കൂടുതൽ ബഹളമുണ്ടാക്കി എങ്ങനെയെങ്കിലും 10 സീറ്റ് പിടിക്കാൻ നോക്കുമ്പോഴേക്കും ആ 10 സീറ്റ് ഇല്ലാതാക്കുന്നതിന് വേണ്ടി ആ പാർട്ടിക്കുള്ളിലെ നേതാക്കളെ വിളിച്ച് നിങ്ങൾ ഇങ്ങനെ നിൽക്കണം, നിങ്ങൾ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിന് നിങ്ങൾ പോരാടണം, നിങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാ പിന്തുണയും ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ഒരുപാട് പേരുണ്ടാകും. അങ്ങനെയുള്ള കുത്തിത്തിരിപ്പുകൾ ആ പാർട്ടിയെ നശിപ്പിക്കാതിരിക്കണം എന്നതാണ് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത്. കാരണം ഏത് പാർട്ടിയിലായാലും അവർക്ക് അവരുടേതായ സ്വതന്ത്രമായ തീരുമാനമെടുക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കണം. അല്ലാതെ എങ്ങനെയാണ് ഒരു പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയുക? എപ്പോഴും ഇപ്പോൾ ഇടതുപക്ഷം കേരളത്തിൽ മാത്രം ഒതുങ്ങിയതുപോലെ BJPക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകണമെന്നാണോ? BJPക്ക് കെ സുരേന്ദ്രന്റെ കാലഘട്ടം കഴിഞ്ഞ 5 വർഷക്കാലം അത് അഭിമാനകരമായ നേട്ടങ്ങളുടെ കാലഘട്ടം തന്നെയാണ്. ഡോക്ടർ അരുൺ ഇവിടെ വിശദീകരിച്ചതുകൊണ്ട് ഞാൻ അതിലേക്ക് വീണ്ടും പോകുന്നില്ല. ഈ ശക്തമായ ഒരു അടിത്തറ ഇട്ടുകൊണ്ട് അടുത്ത ഒരു ടീമിന് ആ ബാറ്റൺ കൈമാറിയിരിക്കുകയാണ്. കെ സുരേന്ദ്രൻ അവിടെ കൊണ്ടുവന്ന മാറ്റങ്ങൾ, അത് സംഘടനാ തലത്തിലുള്ള അഴിച്ചുപണികളാകട്ടെ, ബൂത്ത് തലം മുതലുള്ള പുനഃക്രമീകരണമാകട്ടെ, അത് പാർട്ടിയെ കൂടുതൽ സക്രിയമാക്കിയിട്ടുണ്ട്. പാർട്ടിയുടെ ഒരു മൊത്തത്തിലുള്ള ഒരു മെക്കാനിസത്തെ ചലിപ്പിച്ചിട്ടുണ്ട് കെ സുരേന്ദ്രൻ എന്ന് മറ്റു പാർട്ടിയിലുള്ളവർ വരെ സമ്മതിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഓരോ പ്രസിഡന്റുമാർ വരുമ്പോഴും അവരുടെ കാലഘട്ടത്തിൽ അവർ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കും. ഇവിടെ രാജീവ് ചന്ദ്രശേഖർ ഇങ്ങോട്ട് വന്നിട്ടല്ലേ ഉള്ളൂ. വന്ന ഉടൻ തന്നെ തിരിച്ചോടിക്കാനായിട്ട് അങ്ങ് ശ്രമിക്കുന്ന രീതിയിൽ വന്നപ്പോൾ മുതൽ മലയാളം അറിയണമെന്ന്, മലയാളം താങ്കളെ അക്ഷരം മുഴുവൻ എഴുതി കാണിച്ചാലേ അദ്ദേഹത്തിന് ഇവിടെ പ്രസിഡന്റായി ഇരിക്കാൻ കഴിയൂ, അങ്ങനെയുള്ള നിബന്ധനയൊന്നുമില്ല. രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന് അറിയാവുന്ന രീതിയിൽ വൃത്തിയായിട്ട് തന്നെ പറയുന്നുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിലെ സമരത്തിലടക്കം മലയാളത്തിലാണ് വന്ന് പ്രസംഗിച്ചിട്ട് പോയത്. ഇപ്പോൾ ആ പറയുന്നതിൽ സ്ഥിരമായി മലയാളത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീസൺഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ അല്ലാത്തതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ രാജീവ് ചന്ദ്രശേഖർ പറയുമ്പോൾ ഉണ്ടായി എന്ന് വരാം. അതൊക്കെ കാലക്രമേണ മാറിക്കോളും. അതിൽ ആ പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തിടത്തോളം കാലം അദ്ദേഹത്തിന് ഈ പ്രസിഡന്റ് പദവിയിൽ തുടരാനും സാധിക്കും. ഇവിടെ BJP നന്നാക്കാൻ വേണ്ടിയല്ല ഈ വിമർശനം എന്നൊക്കെ എനിക്ക് ജിമ്മി സാറെ നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട്. നന്നാക്കാൻ വേണ്ടിയല്ല, എങ്ങനെയെങ്കിലും കുത്തിത്തിരിവുണ്ടാക്കുക, ആ പാർട്ടിയെ ഉള്ളത് കൂടി ഇല്ലാതാക്കുക എന്ന രീതിയിൽ നേതാക്കളുടെയൊക്കെ നെഞ്ചിലേക്ക് തീ കോരിയിടുന്ന തരത്തിൽ അവരെ ഇങ്ങനെ പറഞ്ഞ് എരിവ് കയറ്റുക എന്ന് നമ്മൾ സാധാരണ നാട്ടുഭാഷയിൽ പറയും. അവിടെ വലിയ കഴിഞ്ഞു. ശരി, അടുപ്പ് പിന്നെ മലയാളത്തിലെ മുണ്ടൻ വരെ മുണ്ടി എന്ന് പറയുന്നത്. ഓക്കെ, അത് അദ്ദേഹം നോക്കിക്കോളും. രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ ചർച്ച കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് നോക്കിക്കോളും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പ്രധാനമന്ത്രിയെ കുറിച്ചാണ്. പ്രധാനമന്ത്രി പറഞ്ഞത് എന്താണ്? പുതുമുഖങ്ങൾ വരട്ടെ. ഞാൻ എപ്പോഴും അതായത് കേരളത്തിലടക്കം അദ്ദേഹം വരുമ്പോൾ ഞാൻ കാണുന്നതെല്ലാം പഴയ മുഖങ്ങളെ തന്നെയാണ്. അപ്പോൾ ആ ആവർത്തന വിരസത പ്രധാനമന്ത്രിക്ക് നേരിട്ടിട്ടുണ്ടാകും, അനുഭവപ്പെട്ടിട്ടുണ്ടാകും. അതുകൊണ്ടാണ് പ്രസിഡന്റായി MT രമേശ് പ്രസിഡന്റ് ആകുമെന്നാണല്ലോ കരുതിയിരുന്നത്. ഒന്നുകിൽ MT രമേശ് അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ, ഈ രണ്ടുപേരിൽ ഒരാൾ കെ സുരേന്ദ്രൻ മാറുമ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരും എന്നതാണ് മാധ്യമങ്ങളടക്കം വാർത്തയായി കൊടുത്തുകൊണ്ടിരുന്നത്. കെ സുരേന്ദ്രന്റെ കാര്യത്തിൽ പിന്നെ ഒരു 15 പ്രാവശ്യമെങ്കിലും മാധ്യമങ്ങൾ അദ്ദേഹത്തെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. പക്ഷേ 5 വർഷം തികച്ചിട്ടാണ് സുരേന്ദ്രൻ എന്തായാലും രാജീവ് ചന്ദ്രശേഖറിലേക്ക് ആ ബാറ്റൺ കൈമാറിയത്. അപ്പോൾ BJPയിൽ കാര്യങ്ങൾ തീരുമാനിക്കാൻ യോഗ്യരായ ആളുകൾ കേന്ദ്ര നേതൃത്വത്തിലുണ്ട്. അപ്പോൾ അവരുടെ കൂടെ തീരുമാനം അനുസരിച്ചാണ് രാജീവ് ചന്ദ്രശേഖറിനെ കേരളത്തിലേക്ക് അയച്ചിരിക്കുന്നത്.
പറയുന്നത്. അത് ഒരു മാറ്റത്തിന്റെ പാതയിലേക്ക്, അതായത് ഇതുവരെ പോയ വഴിയിൽ നിന്ന് ഒന്ന് മാറ്റിപ്പിടിച്ചാൽ നേട്ടമുണ്ടാകുമോ എന്ന് നോക്കാനായിട്ടാണ്. നേതൃത്വത്തിന്റെ സമീപനമാണല്ലോ സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം. ഞാൻ പറയാം, അത് പറയുന്നു. അതുപോലെ ഒഴിവാക്കപ്പെട്ടവരിൽ കുറെ യുവാക്കളുമുണ്ട്. ആ യുവാക്കൾക്ക് അത് വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, അവർ ഒഴിവാക്കപ്പെട്ടു. ഞാൻ പറയാം. അതായത് ഈ ഒരു കമ്മിറ്റി, ഇപ്പോൾ വന്നിരിക്കുന്ന ഈ കമ്മിറ്റി, ആ കമ്മിറ്റിയിൽ വനിതാ പ്രാതിനിധ്യം, അതിൽ ഞാൻ നിങ്ങൾ പറഞ്ഞ ഭാഗത്തോട് യോജിക്കുകയാണ്. നേരത്തെ 6-7 പേർ ഉണ്ടായിരുന്ന ഇടത്തു നിന്ന് 4 ചുരുങ്ങുകയാണ്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം 33% സംവരണം എന്നുള്ളത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വനിതാ സംവരണ നിയമം നടപ്പാക്കിയ ഒരു പാർട്ടി എന്ന നിലയിൽ കേന്ദ്രത്തിലടക്കം, കേന്ദ്ര സർക്കാരിലടക്കം കൃത്യമായി ആ വനിതാ പ്രാതിനിധ്യം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെ പാർട്ടി എന്ന നിലയിൽ ഇവിടെയും ആ രീതിയിലുള്ള ഒരു മാറ്റത്തിലേക്ക് രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇതിപ്പോൾ പട്ടികയിലെ ആദ്യത്തെ പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞത് പൂർത്തിയാക്കിക്കോട്ടെ. പട്ടികയിലെ ആദ്യത്തെ ഒരു ഭാഗം അല്ലെങ്കിൽ ഇന്നത്തെ ഒരു പട്ടിക പുറത്തു വന്നത് വെച്ച് രാജീവ് ചന്ദ്രശേഖറിന്റെ ഒരു ചോയ്സിനെ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ തീരുമാനത്തെ ജഡ്ജ് ചെയ്യരുത് എന്നതാണ് എനിക്ക് നിങ്ങളോടുള്ള ഒരു ഹമ്പിൾ ആയിട്ടുള്ള റിക്വസ്റ്റ്. കാരണം മഹിളാ മോർച്ചയും അതുപോലെ തന്നെ യുവമോർച്ചയും മാത്രമല്ല, ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പട്ടികയിലും കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടാകും. അതുകൊണ്ട് കൃത്യമായ സോഴ്സിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഈ വരും ദിവസങ്ങളിൽ കൂടുതൽ നിയമനങ്ങളിലേക്ക് പോവുകയാണ്. അത് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ വന്ന് സൗണ്ട് ബൈറ്റായി പറയണമെന്നില്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ നിയമനങ്ങളിലേക്ക് പോവുകയാണ്. അതിനു മുൻപ് തന്നെ നിയമനമെല്ലാം പൂർത്തിയായി കഴിഞ്ഞു, നിങ്ങൾക്ക് ഇതിനകത്ത് പങ്കില്ലല്ലോ, നിങ്ങളെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ഓരോരുത്തരെയും അങ്ങനെ എരിവ് കയറ്റി കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എന്നതാണ് എനിക്ക് നിങ്ങളോടൊക്കെ ഹമ്പിളായിട്ട് പറയാനായിട്ടുള്ള റിക്വസ്റ്റ്. അപ്പോൾ ഈ നിയമനങ്ങൾക്ക് കൃത്യമായ ഒരു മാനദണ്ഡം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നത് ഓരോ പ്രസിഡന്റുമാരും സ്വീകരിക്കുന്ന നയമാണ്. അതിൽ പി കെ കൃഷ്ണദാസിന്റെ നയമായിരിക്കില്ല കുമ്മനം രാജശേഖരന്റെ നയമായിരിക്കില്ല പി എസ് ശ്രീധരൻപിള്ളയുടെ നയമായിരിക്കില്ല വി മുരളീധരന്റെ നയമായിരിക്കില്ല കെ സുരേന്ദ്രന്, ഇവരുടെ ആരുടെയും നയമല്ല രാജീവ് ചന്ദ്രശേഖരന്റേത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് എന്നത്, രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ കക്ഷി രാഷ്ട്രീയം അല്ലെങ്കിൽ വിഭാഗീയ രാഷ്ട്രീയം അല്ലെങ്കിൽ പ്രീണന രാഷ്ട്രീയം, അതിലൊക്കെ കിടന്ന് വീർപ്പുമുട്ടുന്ന ജനതയ്ക്ക് മുന്നിൽ പുതിയ ഒരു വഴി തുറക്കാനാണ് എന്ന് പറയുമ്പോൾ അതിന് കുറച്ച് സമയം കൊടുക്കാമെന്നേ. ഇനിയിപ്പോൾ 210 ദിവസത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ അതിലേക്ക് കൃത്യമായി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു അലൈൻമെന്റോടുകൂടി പോകേണ്ട ഒരു സമയമാണ്. അതാണ് രാജീവ് ചന്ദ്രശേഖറും അദ്ദേഹത്തിന്റെ പുതിയ ടീമും ഇവിടെ ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ യുവാക്കളെ ഒഴിവാക്കിയിട്ടുണ്ട്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അതിനകത്ത് ഒരു കൃത്യമായ ഒരു ബ്ലെൻഡ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ കാണാതിരിക്കരുത്. ഇവിടെ ഒരു സീസൺഡ് ലീഡേഴ്സും അതുപോലെ തന്നെ ഫ്രഷ് ബ്ലഡും ചേർന്നിട്ടുള്ള ഒരു ബ്ലെൻഡ് കൊണ്ടുവരാൻ അതൊരു പ്രസിഡന്റിന് തീരുമാനിക്കാം. കെ സുരേന്ദ്രന്റെ ചോയ്സ് അല്ല രാജീവ് ചന്ദ്രശേഖരന്റേത്. കെ സുരേന്ദ്രൻ കൃത്യമായി ആ ഒരു പ്രാതിനിധ്യം ഉറപ്പാക്കിക്കൊണ്ട് അല്ലെങ്കിൽ എല്ലാ സമവാക്യങ്ങളും പാലിച്ചുകൊണ്ട് നടത്തിയ ഒരു ചോയ്സ് എന്ന് പറഞ്ഞാൽ കെ സുരേന്ദ്രൻ ഇവിടെ വർഷങ്ങളായി 10-30 വർഷമെങ്കിലുമായിട്ട് ഈ സംഘടനാ സംവിധാനത്തിൽ ഇറങ്ങി നിൽക്കുന്ന ഒരാളാണ്. ആ ഒരാൾ നടത്തുന്ന ചോയ്സും രാജീവ് ചന്ദ്രശേഖർ നടത്തുന്ന ചോയ്സും രണ്ടും രണ്ട് രീതിയിലായിരിക്കും. അപ്പോൾ അവരുടെ ക്രൈറ്റീരിയാസ് ഡിഫറൻ്റ് ആയിരിക്കും. അതാണ് ഇതിൽ കാണേണ്ട മാറ്റം എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ പറയാതെ പോയ രണ്ട് പേരുകൾ ഷോൺ ജോർജിൻ്റെതും അല്ലെങ്കിൽ പറഞ്ഞു പോയതാണ്. ഇവരുടെ രണ്ടുപേരും ഷോൺ ജോർജിൻ്റെയും അനൂപ് ആന്റണിയുടെയും എൻട്രി എന്ന് പറയുന്നത് ഒരാൾ സംസ്ഥാന വൈസ് പ്രസിഡന്റായും ഒരാൾ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായി വരികയാണ്. അപ്പോൾ അവരുടെ എൻട്രി അല്ലെങ്കിൽ അവർ നേരത്തെ ABVP കാലം മുതലേ അങ്ങനെ വലിയ ആക്റ്റീവായി നിന്ന് ഇവിടെ ജില്ലാതലത്തിൽ അല്ലെങ്കിൽ സംസ്ഥാന തലത്തിൽ ഭാരവാഹി പട്ടികയിൽ ഉണ്ടായിരുന്നവരല്ലല്ലോ, അല്ലെങ്കിൽ പെട്ടെന്ന് വന്നവരാണല്ലോ. അങ്ങനെയുള്ളവരെയും ഉൾപ്പെടുത്തി അവർക്ക് എന്താണ് ചെയ്യാൻ കഴിയുക, അവരുടെ കോൺട്രിബ്യൂഷൻ എന്താകുമെന്ന് നോക്കാനായിട്ടുള്ള ഒരു സമയമെങ്കിലും രാജീവ് ചന്ദ്രശേഖരൻ കൊടുക്കൂ. അപ്പോൾ അവർ വന്നതിന് ശേഷം എന്തെങ്കിലും ചെയ്യുന്നില്ല എങ്കിൽ, അവർ പെർഫോം ചെയ്തതിന് ശേഷം ആ പെർഫോമൻസിൽ കുറവുണ്ടെങ്കിൽ അതിനെ നമുക്ക് കുറ്റപ്പെടുത്താം. അല്ലാതെ അനൂപ് ആന്റണി എന്തിനാണ് വന്നത്, ഷോൺ ജോർജ് എന്തിനാണ് വന്നത് എന്നൊക്കെ ചോദിക്കുന്നത് ഒരാളെ, അതായത് ഒരാൾ പ്രവർത്തിക്കുന്നതിന് മുൻപ് തന്നെ അവരെ ഡിമോറലൈസ് ചെയ്യുന്ന തരത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വിലയിരുത്തലാണ് എന്നതാണ് ആ കാര്യത്തിലെ എൻ്റെ അഭിപ്രായം. ഇവിടെ ജില്ലാതലത്തിൽ പ്രവർത്തിച്ച് മികവ് കാട്ടിയവർക്ക്, കെ അനീഷ് കുമാറിന്റെ കാര്യത്തിലൊക്കെ ഞാൻ യോജിക്കുന്നു, ജില്ലാതലത്തിൽ പ്രവർത്തിച്ച് മികവ് കാട്ടിയവർക്ക് അർഹമായിട്ടുള്ള റെപ്രസെന്റേഷൻ, അർഹമായിട്ടുള്ള പ്രാധാന്യം, തീരുമാനങ്ങൾ എടുക്കുന്നതിൽ അവരെ കൂടുതലായി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മുന്നോട്ട് പോകൽ അതൊക്കെ ആവശ്യമാണ്. അതൊക്കെ ഉണ്ടാകില്ല എന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോൾ തന്നെ അങ്ങ് ജഡ്ജ് ചെയ്യുകയാണ്. അതായത് ഒരു പ്രിജുഡിസ്ഡ് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെ തീരുമാനത്തിന് എതിരെ ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പൊതുബോധം നിർമ്മിക്കപ്പെടുന്നുണ്ട് എന്നതാണ് ഞാനിവിടെ മനസ്സിലാക്കുന്നത്. ഇവിടെ നോക്കൂ, തിങ്ക് ടാങ്ക്സ് ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു കോമ്പിനേഷനെ ഒരു ഭാഗത്ത് കൊണ്ടുവരുന്നത്, അതായത് ഡോക്ടർ KS രാധാകൃഷ്ണനെ അവിടെ നിലനിർത്തുന്നു. അതോടൊപ്പം തന്നെ R ശ്രീലേഖ IPS പ്ലസ് ഡോക്ടർ അബ്ദുൽ സലാം, ഇവർ മൂന്നുപേരും IPS, അതുപോലെ തന്നെ ഡോക്ടർ അബ്ദുൽ സലാം, ഇവരെയൊക്കെ ചേർത്തുകൊണ്ട് മറ്റൊരു കോമ്പിനേഷൻ, ചില പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് ഓരോരുത്തരും എടുക്കുന്നത് ഓരോ രീതിയിലായിരിക്കും. അത് എത്രത്തോളം വർക്കാകും എന്നുള്ളത് അത് നമുക്ക് ഫംഗ്ഷൻ ചെയ്താൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പുതിയ ഓഫീസ് അമിത്ഷാ എത്തുന്നു. അപ്പോൾ പുതിയ ഓഫീസിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത് ഒരു പുതിയ ടീമാണ്. ആ ടീമിന്റെ എത്രത്തോളം കെട്ടുറപ്പുണ്ട് അതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിലെ ജഡ്ജ് ചെയ്യാൻ കഴിയുള്ളൂ. അത് ഇപ്പോഴേ ചാടിപ്പുറപ്പെട്ട് ജഡ്ജ് ചെയ്യേണ്ട സാഹചര്യമല്ല. തെരഞ്ഞെടുപ്പിലേക്ക് ഉള്ള ഒരുക്കം, ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കത്തിനായിട്ടാണ് അമിത്ഷാ വരുന്നത്. അതിനുശേഷം അദ്ദേഹം കണ്ണൂരിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ ന്യൂ ടീം പെർഫോം ചെയ്യട്ടെ എന്നതാണ് ഈ കാര്യത്തിലെ എൻ്റെ അഭിപ്രായം. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ സുധീറിന്റെ കാര്യം സൂചിപ്പിച്ചല്ലോ, അത് സുധീറിനെ ഇപ്പോൾ വൈസ് പ്രസിഡന്റ് ആക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഒരു പട്ടികജാതിക്കാരനെ, അതായത് ഈ നമ്മൾ എപ്പോഴും പറയും എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇൻക്ലൂഷൻ ആണ് വേണ്ടതെന്ന്. അപ്പോൾ സുധീറിനെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് റീറ്റെയിൻ ചെയ്യാമായിരുന്നു. അതിനോട് ഞാൻ യോജിക്കുകയാണ്. സുധീറിനെ റീറ്റെയിൻ ചെയ്യാമായിരുന്നു.
സുധീറിനെ അവിടെ ആ ഒരു ചോയ്സ് കെ സുരേന്ദ്രൻ എടുക്കുമ്പോൾ സുരേന്ദ്രൻ ഒരുപാട് എതിർപ്പ് നേരിടേണ്ടി വന്നിട്ടുണ്ടാകാം. കാരണം മറ്റ് പലരും ആ സ്ഥാനത്തേക്ക് വരാൻ, ശോഭാ സുരേന്ദ്രൻ അടക്കം ജനറൽ സെക്രട്ടറി ആകണം എന്നത് ആഗ്രഹിച്ചിരുന്ന സമയത്താണ് അതിന് പകരം സുധീറിനെ സുരേന്ദ്രൻ അവിടെ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഒരു പട്ടികജാതിക്കാരനായ സുധീറിനെ അവിടേക്ക് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുമ്പോൾ അതിന് വലിയ എതിർപ്പ് സുരേന്ദ്രൻ നേരിട്ടുണ്ടാകണം. പക്ഷേ 5 വർഷവും സുധീർ അവിടെ തുടർന്നു. സുധീർ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ സുധീറിനെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ട് നിലനിർത്തുകയാണ്, പൂർണ്ണമായും ഒഴിവാക്കുകയല്ല. ഒഴിവാക്കിയത് AN രാധാകൃഷ്ണനെയാണ്. ഏറ്റവും കുറവ് വോട്ട് ഷെയർ ഉള്ള പ്രദേശങ്ങളിലെ ആളുകൾ എങ്ങനെയാണ് ഈ പട്ടികയിൽ ഉൾപ്പെട്ടത്? സജീവന്റെ കാര്യമൊക്കെ നിങ്ങൾ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ വോട്ട് ഷെയർ കുറഞ്ഞ ആളുകൾ എന്തിന്റെ പേരിലാണ് ഉൾപ്പെട്ടത്? അതൊക്കെ പാർട്ടിക്ക് വിലയിരുത്താനും ഇതിൽ തന്നെ ഡിലീഷനും അഡീഷനും ഒക്കെ നടത്താൻ കഴിവുള്ള കേപ്പബിൾ ആയിട്ടുള്ള ഒരു പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖർ ഇവോൾവ് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അനീഷിന്റെ കാര്യത്തിലായാലും 7 ഭാരവാഹികൾ 4 ആയി മാറി. അപ്പോൾ വനിതകളെ കുറച്ചതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. പക്ഷേ കമ്മ്യൂണിറ്റി ബാലൻസ്, റീജിയണൽ ബാലൻസ് അതൊക്കെ കൃത്യമായി വിലയിരുത്താൻ ഈ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ അഡീഷൻസും ഡിലീഷൻസും ഒക്കെ നടത്താൻ സാധിക്കും. ആ രീതിയിൽ അത് ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. MT രമേശിന്റെ കാര്യമാണ്. MT രമേശിനാണ് ശരിക്കും ഈ ലിസ്റ്റിൽ ലോട്ടറി അടിച്ചിരിക്കുന്നത്. ഞാൻ എടുത്തു നോക്കിയായിരുന്നു. 2007 മുതൽ അദ്ദേഹം സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. 6 പ്രസിഡന്റുമാർ, PK കൃഷ്ണദാസ്, V മുരളീധരൻ, കുമ്മനം രാജശേഖരൻ, PS ശ്രീധരൻപിള്ള, K സുരേന്ദ്രൻ, ഏറ്റവും ഒടുവിൽ ഇതാ രാജീവ് ചന്ദ്രശേഖർ. 6 പ്രസിഡന്റുമാർ. ആരും സ്വന്തം ഇഷ്ടമനുസരിച്ച് MT രമേശിനെ മാറ്റിയിട്ടില്ല. വിരുദ്ധ പക്ഷമാണെന്ന് പറയുമല്ലോ, PK കൃഷ്ണദാസ് പക്ഷമാണ് MT രമേശ് എന്ന് പറയുമല്ലോ. പക്ഷേ K സുരേന്ദ്രൻ വന്നപ്പോഴോ V മുരളീധരൻ വന്നപ്പോഴോ MT രമേശിനെ മാറ്റിയിട്ടില്ല. പ്രസിഡന്റായി തുടരുകയാണ്. കുമ്മനം രാജശേഖരൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി തുടരുകയാണ്. ഞാൻ പറയട്ടെ അവിടെ തുടരുകയാണ്. അപ്പോൾ BJP-ക്കുള്ളിൽ വിഭാഗീയതയുണ്ട്, അല്ലെങ്കിൽ ഗ്രൂപ്പ് വരുമ്പോൾ ആ ഗ്രൂപ്പിനനുസരിച്ച് ആളുകളെ തീരുമാനിക്കുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. ഇവിടെ രാജീവ് ചന്ദ്രശേഖർ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ ആളാണെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും കേന്ദ്ര ഈ ഗ്രൂപ്പിൽ എവിടെയാ സുരേന്ദ്രന്റെ ഒരാൾ ജനറൽ സെക്രട്ടറി? അല്ല, ഞാൻ ചോദിക്കട്ടെ, സുരേന്ദ്രന്റെ ആളുകൾ ഇതാണെന്ന് പറഞ്ഞ് സുരേന്ദ്രൻ താങ്കൾക്ക് ഒരു പട്ടിക തന്നിട്ടുണ്ടോ? നിങ്ങൾ പറയുന്ന സോക്കോൾഡ് കമ്മ്യൂണിസ്റ്റുകൾ പറയുന്ന ഞാൻ പറഞ്ഞത്. സുജയ, ഇപ്പൊ നോക്കിയിട്ട് 2 ചോദ്യങ്ങളേ ഉള്ളൂ. ഒന്ന്, MT രമേശ് കൃഷ്ണദാസ് പക്ഷത്തു നിന്നല്ലാതെ ഇവിടെ വേറെ ഏതു പക്ഷത്തു നിന്നാണ് പ്രാമുഖ്യം കിട്ടിയത്? ഒന്ന് പറയൂ. ഈ ജനറൽ സെക്രട്ടറിമാരുടെ പട്ടിക എടുത്താൽ പറയൂ. ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. ഞാൻ നേരത്തെ കാസ്റ്റോക്കേഷൻ പറഞ്ഞല്ലോ, സുജയ അങ്ങനെയൊക്കെ പറഞ്ഞു പോയല്ലോ. 9 ജില്ലാ പ്രസിഡന്റുമാർ OBC ഈഴവ കമ്മ്യൂണിറ്റിയിലായിരുന്നു K സുരേന്ദ്രന്റെ കാലത്ത്. നല്ല ചോയ്സ് ആയിരുന്നു. കഴിഞ്ഞിട്ടില്ല. ആ 30 പ്രസിഡന്റുമാരെ തെരഞ്ഞെടുത്തതിനകത്ത് വളരെ കൃത്യമായിട്ട് സാമുദായിക സന്തുലിതാവസ്ഥ നിലനിർത്തിയിരുന്നു. ഇപ്പൊ ഉണ്ടോ? ഇപ്പൊ ഉണ്ടോ? ആരെ പറഞ്ഞു? ആകെ 17 പേര്. എത്ര പേരാ ജില്ലാ ചാർജ് ആയിട്ട്? റവന്യൂ ജില്ലയുടെ ചാർജ് കൊടുത്തിട്ടുള്ളൂ. ബാക്കി എത്ര പേരാ? അവരുടെ കണക്കെടുത്ത് നോക്കൂ. റവന്യൂ ജില്ലാ ഇൻചാർജ് മാത്രം 30-ൽ 17 പേർക്കല്ലേ കൊടുത്തിട്ടുള്ളൂ. ജില്ലാ ഭാരവാഹി, ജില്ലാ പ്രസിഡന്റ്, ഈ ML അശ്വിനി അടക്കമുള്ളവർ ജില്ലാ ഭാരവാഹികളെ പ്രസിഡന്റുമാരെ തുടരുകയാണ്. ശ്രീലേഖയെ പോലെ ഒരാളെ കൊണ്ടുവരും. വീട്ടിലും എന്താ ശ്രീലേഖ മോശമായിട്ടുണ്ടോ? വീട്ടിലും കഴിഞ്ഞ ഒരു ടേമിൽ പെർഫോം ചെയ്തതല്ലേ? ആ ശ്രീലേഖയെ പോലെ DGP റാങ്കിൽ ഇരുന്ന ഒരാൾ, അവർക്ക് പല കാര്യങ്ങളിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും. പാർട്ടിയെ പറയിപ്പിക്കാൻ വേണ്ടി ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് സ്ത്രീപക്ഷ നിലപാടെടുക്കുന്ന ഒരാളല്ല, സ്ത്രീ വിരുദ്ധ നിലപാടെടുത്തുകൊണ്ടാണ് അവർ വാർത്തയിൽ നിറഞ്ഞു നിന്നിട്ടുള്ളത്. അതും ഒരു കേസിലെ പ്രതിക്ക് വേണ്ടി ആ പ്രതിക്ക് ജയിലിൽ കിടന്നിട്ട് ഉറങ്ങാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് വേദനിച്ച് കരഞ്ഞുകൊണ്ടുള്ള വീഡിയോ നമ്മൾ എല്ലാവരും കണ്ടതാണ്. അതാണ് അവരുടെ യോഗ്യത എന്ന് ഞാൻ കരുതുന്നു. ഒരു കാര്യമുണ്ട് കേട്ടോ, പ്രസിഡന്റിനെ തെരഞ്ഞെടുത്ത ഭരണാധികാരി നാരായണൻ നമ്പൂതിരി വരെ വെട്ടി. നാരായണൻ നമ്പൂതിരി ഇല്ല ചർച്ചയിൽ വരുന്ന നാരായണ നമ്പൂതിരി. പാർട്ടിക്ക് വേണ്ടി വെള്ളം കോരിയവര്, വിറക് വെട്ടിയവര് എല്ലാവരും പുറത്ത്. ഡോക്ടർ അരുൺ, ഇതൊരു ഏർലി കാൽക്കുലേഷൻ ആണ്. ഈ ലിസ്റ്റ് പൂർണ്ണമല്ല ഡോക്ടർ അരുൺ. ഞാൻ വ്യക്തമായി അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത്. ഈ നിയമനങ്ങൾ തുടരാൻ പോവുകയാണ്. ഇവരെ ആരെയും ഒഴിവാക്കിയിട്ടില്ല. താങ്കൾ ഇപ്പോൾ പറഞ്ഞ KVS ഹരിദാസ്, അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി, PR ശിവശങ്കർ, TP സിന്ധുമോൾ, ശങ്കുട്ടി ദാസ്, യുവരാജ് ഗോകുൽ, ഇവരൊക്കെ പാർട്ടിയുടെ എക്കാലത്തെയും പ്രധാനപ്പെട്ട നേതാക്കളാണ്. അവരൊക്കെ തുടരും. താങ്കൾ അങ്ങനെയുള്ള അത് പെട്ടിപിടിക്കുന്നവരൊക്കെ കോൺഗ്രസിലൊക്കെ പെട്ടിപിടിച്ചവരൊക്കെ വലിയ സ്ഥാനങ്ങളിൽ എത്തിയിട്ടുണ്ട്. ഉദാഹരണം ഞാൻ പറയാം. അനൂപ് ആന്റണിയുടെ കേരളത്തിലെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു തന്നെ. ഞാൻ ചോദിക്കട്ടെ, അനൂപ് ആന്റണിയുടെ കേരളത്തിലെ കോൺട്രിബ്യൂഷൻ വെച്ചാണോ അതോ ഇനി കേരളത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണോ അനൂപ് ആന്റണി കൊണ്ടുവന്നത്? ഞാൻ പറയട്ടെ, അല്ല 40 വർഷത്തോളമായി പാർട്ടിയിൽ പ്രവർത്തിച്ചവരാണ് പുറത്തായി എന്നുള്ളതാണ് അവരുടെ പരാതി. ഗോപകുമാറിനെ ഒഴിവാക്കി അനൂപ് ആന്റണിയെ കൊണ്ടുവരുന്നു. അനൂപ് ആന്റണിയാണ്. മാത്രമല്ല സുധീറിനെ നിങ്ങൾ ഒഴിവാക്കുന്നു, കാസ്റ്റ് കോമ്പിനേഷൻ മാറ്റുന്നു. സുധീർ വൈസ് പ്രസിഡന്റ് ആയവിടെയുണ്ട്.
പാർട്ടിയാക്കി പ്ലേസ് ചെയ്യുന്നു. അതാണ് മറ്റൊരു പ്രശ്നം. വരേണ്യ പാർട്ടി എന്നുള്ള താങ്കൾ കൊണ്ടുവരുന്ന ഒരു വാചകമാണ്. അതായത് ഒരു പാർട്ടിയെ ടാർഗറ്റ് ചെയ്യുക, ഡിഫൈൻ ചെയ്യുക. ബിജെപി മുന്നോട്ട് വരുന്നത് കോൺഗ്രസ് അല്ല, ബിജെപി അല്ല. നിങ്ങൾ ഈ ഇത്ര ഇക്വേഷൻസും എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് എന്നതാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ലക്ഷ്യം എന്ന് പറയുന്നത്. അതിലേക്ക് അവർ എത്തുമോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് പെർഫോമൻസിൽ ഈ പറയുന്ന ഒഴിവാക്കപ്പെട്ടവരെ അവർ കൂടി ചേർന്നുള്ള പ്രവർത്തനങ്ങൾ കാണാൻ പറ്റുമോ എന്ന് കരുതിയാണ്. അല്ല, അവർ കൂടി ചേർന്നുള്ള കാണാൻ പറ്റുമോ? ഒറ്റ കാര്യം, നിങ്ങൾ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമാക്കിയ ശശി തരൂർ ഇപ്പോൾ നരേന്ദ്രമോദിയുടെ പോസ്റ്റർ ബോയ് അല്ലേ? നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. എന്നോട് ചോദിച്ചത് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ബിജെപിയുമായി ബന്ധപ്പെട്ട് ഞാൻ അല്ല, അത് എനിക്ക് അറിയേണ്ട കാര്യമില്ല. അതാ കോൺഗ്രസിന് ചോദിക്കാം. ശശി തരൂർ എന്താ ചെയ്തതെന്ന് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തല്ലോ. ശശി തരൂർ ഇപ്പോൾ ചർച്ച ചെയ്താണ്. 5 സോണൽ കൺവീനർമാരുടെ സാമുദായിക ഇക്വേഷൻ എന്ന് പറഞ്ഞേ. ഞാൻ പറയട്ടെ, ഈ ജാതി തിരിച്ച് മതം തിരിച്ച് അങ്ങനെ വേണം. നിങ്ങൾ വർണ്ണാശ്രമം കൊണ്ടുവരണം എന്നൊക്കെ പറയുന്ന ആൾക്കാരായി മാറിയില്ല. കഷ്ടമാണ്. ഒരു പാർട്ടി ഉണ്ടാക്കിയ NDA ആണ്. എന്തിനാണ് ഇവിടെ പറയുന്നത്? ഈഴവ സമുദായത്തിലെ കരുത്തരായ നേതാക്കൾ പാർട്ടിയിൽ വന്ന് പാർട്ടിയെ ചലിപ്പിച്ച പാർട്ടിയെ BJP. 39% ഈഴവ വോട്ട് ഞങ്ങൾക്ക് കിട്ടിയെന്ന് അഭിമാനപൂർവ്വം പറയുന്ന പാർട്ടി BJP. അങ്ങനെ പറയണം ആ പാർട്ടി. ആ പാർട്ടിയെ ഈ നിലയിലേക്ക് മാറ്റിയതിന് ഉത്തരവാദിത്വം RCക്ക് തന്നെയാണ്, ഒരു സംശയമില്ല. Meet the editors.